ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് 2025-26 അധ്യയന വർഷത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ അഡ്മിഷൻ ഏറെക്കുറെ തുടങ്ങാറായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അഡ്മിഷന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി വരുന്ന നോട്ടിന്റെ കൂടെയോ ഞാൻ അതിന്റെ ലിങ്ക് അയക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷന്റെ ഗ്രൂപ്പിൽ ആഡ് ആവാം. അങ്ങനെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലൂടെ നമുക്കറിയാം. നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സംശയങ്ങളുടെ മറുപടി കൂടെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിലൂടെ എല്ലാം ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ മുതൽ ഓൺലൈൻ കോഴ്സുകൾ എന്ന പേരിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പിന്റെ കട്ടിങ് നിങ്ങളുടെ വാട്സപ്പിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരുപാട് ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രാവശ്യം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം 2022 ഒരു ബാച്ചും 2023 BA പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ കൂടെ കൊടുത്തുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിർത്തിയതായിരുന്നു. പിന്നീട് അത് നമുക്കറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരികയും അതിലേക്കൊക്കെ മെർജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ കോഴ്സ് നിർത്തലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് യൂണിവേഴ്സിറ്റി, കാരണം UGCന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഓൺലൈൻ കോഴ്സുകൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും തുടങ്ങാം. അപ്പൊ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം വരെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നിലവിൽ അതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ല, സൈറ്റിലും ഒന്നും ലഭ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ രണ്ട് ചോയ്സസ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അതാണ് ആദ്യം പറയാനുള്ളത്. അപ്പൊ ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രാവശ്യം ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഉണ്ടോ എന്നുള്ളത്. ഇല്ല. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചിട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് റെഗുലർ അഡ്മിഷൻ ആണ് കേട്ടോ. റെഗുലർ കുട്ടികളുടെ അഡ്മിഷൻ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തത്, നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോ നിലവിൽ ഇനി നമുക്ക് ഈ വർഷം ഇഗ്നോയിലോ അല്ലെങ്കിൽ SNGOയിലോ ആണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ രണ്ട് യൂണിവേഴ്സിറ്റിയുടെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും രണ്ട് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ഡിഗ്രി കൊടുക്കുന്ന, ഇന്ത്യയിലെ ഓപ്പൺ എഡ്യൂക്കേഷനിലെ നമ്പർ 1 റാങ്ക് ഒക്കെ നേടി, നാക് UGCയുടെ നാക് A++ ഗ്രേഡ് ഒക്കെ നേടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് അനേകം കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഗ്രിയും PGയും മാത്രമല്ല, ഒരുപാട് 3 മാസത്തെ ഡിപ്ലോമ കോഴ്സുകൾ, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ, കണ്ടമാനം കോഴ്സുകൾ. ഇപ്പോൾ ഇതിന്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് അവന് ഡിസ്റ്റൻസ് ആയിട്ട് ഇതേപോലെ എന്താണ് LL എന്താണ് എംലിബ് ലൈബ്രറി കോഴ്സ് PG ലൈബ്രറി കോഴ്സ് ചെയ്തു. അങ്ങനെ ലൈബ്രറി കോഴ്സ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറി കോഴ്സ് ചെയ്ത് അവന് നല്ലൊരു പ്രശസ്തമായിട്ടുള്ള എയ്ഡഡ് കോളേജിനകത്ത് അവൻ എന്ത് ചെയ്തു, ലൈബ്രറിയൻ ആയിട്ട് ജോലിക്ക് പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. അപ്പോ ഇപ്പോ എന്റെ കൂടെ വന്നിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത് BA സോഷ്യോളജി കഴിഞ്ഞ ആളുകളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് MA സോഷ്യോളജി എന്ത് ചെയ്യാം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MA സോഷ്യോളജി ചെയ്യാം. MA സോഷ്യോളജിയുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി എന്നുള്ളതാണ്. അതിന് പെർസെന്റേജോ കാര്യങ്ങളൊന്നും മാനദണ്ഡമല്ല, എനി ഡിഗ്രി കേട്ടോ. അതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ്ടോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ്, അതായത് ഒരു അംഗീകൃതമായ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് PG ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരുപാട് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നുണ്ട്, PGക്ക് വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവരും ഒരുപാട് ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതില് നോക്കുകയാണെങ്കിൽ ഒരുപാട് UG, അറബി, സംസ്കൃത്, ഹിന്ദി, ഫിലോസഫി, എക്കണോമിക്സ്, അഫ്സൽ ഉലമ, BCA പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി,
നാനോ എൻ്റർ BBA കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിഗ്രി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോഷ്യോളജി എടുക്കാം കേട്ടോ. ഇപ്പോൾ ആദ്യം തന്നെ അത് പറയാനുള്ളത് ഈ വർഷം മുതൽ കേട്ടോ, ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പറയാം, ഒക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഈ വർഷം മുതൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം പറയുകയാണെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ഡിഗ്രിയും സോഷ്യോളജി PG ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തോട് കൂടിയത് അതിന് മുമ്പത്തെ വർഷം ഡിസ്റ്റൻസ് നിർത്തിയപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ സോഷ്യോളജി ഡിഗ്രിയും സോഷ്യോളജി PGയും തുടങ്ങി. അപ്പൊ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷം മുതൽ കുട്ടികൾക്ക് ഒരു ചോയ്സും കൂടെ വെക്കുകയാണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരുപാട് കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഗ്നോയുടെ സോഷ്യോളജി ഡിഗ്രി ക്ലാസ്സുകളും PG ക്ലാസ്സുകളും ഞാൻ ഇപ്രാവശ്യം തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കാണ്. BA സോഷ്യോളജിയോ അല്ലെങ്കിൽ MA സോഷ്യോളജിയോ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയോ നാഷണൽ ഓപ്പൺ, അതായത് ഇഗ്നോയിൽ എടുക്കുകയാണെങ്കിലും ശ്രീനാരായണ ഗുരുവിൽ എടുക്കുകയാണെങ്കിലും അതിന്റെ ക്ലാസ്സുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അതിനകത്ത് ക്ലാസ് കയറി നോക്കാം. ചെറിയ ഫീസിൽ വളരെ നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോയുടെ ക്ലാസ്സുകൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ചെറിയ ഫീസോട് കൂടിയിട്ട് കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ ഇഗ്നോയിലോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ കൂടെ ഞാൻ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതിനകത്ത് അറിയിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ ഒരുപാട് PG കോഴ്സുകളും ഡിപ്ലോമ നിലവിൽ വന്നിട്ടില്ല, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ 2 കോഴ്സുകളുള്ളൂ. PG കോഴ്സുകൾ സോഷ്യോളജി അവിടെയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഗ്നോയിലും എടുക്കാം, ശ്രീനാരായണ ഗുരുവിലും എടുക്കാം. ഇനി രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയൊരു യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിലെ എല്ലാ പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഒരു കോർഡിനേഷൻ വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം എന്നുള്ളതാണ്. അതായത് സോഷ്യോളജിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതാം എന്നുള്ളതാണ്. കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ക്ലാസ്സും മെറ്റീരിയൽസും ഒക്കെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. ഇഗ്നോയുടേതാണെങ്കിൽ അതിനകത്തുള്ള ഒരു പ്ലസ് എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്, എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അതിന്റെ ഒരു മൈനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരും, മലയാളത്തിൽ എഴുതാൻ പറ്റൂല. മലയാളത്തിൽ എക്സാം എഴുതാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സാധിക്കില്ല. അവിടെ നിങ്ങൾ ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. 2 ഓപ്ഷൻസ് ഉള്ളൂ, ഇംഗ്ലീഷ് ഓർ ഹിന്ദി കേട്ടോ. അപ്പൊ ആ ഒരു ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഇതാണ്. പിന്നെ വാല്യൂ ഉണ്ടോ, ഇതിനാ വാല്യൂ, ഇത് തുലാസിട്ട് അളക്കാനൊന്നും പറ്റൂല. അപ്പോൾ രണ്ടിനും വാല്യൂ ഉണ്ട്, രണ്ടും UGC അംഗീകാരത്തോട് കൂടി ടെക്നിക്കലി രണ്ടിനും വാല്യൂ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി എല്ലാവർക്കും ഫേമസ് ആയ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി, അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണെങ്കിലും പുതിയ വളർന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു. ഒരുപാട് കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ 2 യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. 2ൽ എടുക്കുകയാണെങ്കിലും അതിന്റെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡിഗ്രിയുടെയും PGയുടെയും 2 യൂണിവേഴ്സിറ്റികളുടെയും ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം കേട്ടോ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോയിൽ നിങ്ങൾ PG MA സോഷ്യോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം, ഡിഗ്രി പാസ് ആയിരിക്കണം കേട്ടോ. 5th സെമ്മിൽ ഒരു പേപ്പറോ 6th സെമ്മിൽ ഒരു പേപ്പറോ ഉണ്ട്, എനിക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. ടെക്നിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും മൊത്തം ചെലവ് വരുന്നത് കേട്ടോ, മൊത്തം ചെലവ് വരുന്നത് 14,600 ആണ്. നിങ്ങൾക്ക് ഒരുമിച്ച് അടക്കേണ്ട. ഒരു വർഷത്തേക്ക് ഫീസ്, ഒരു വർഷത്തേക്കാണ്, ഒരു സെമസ്റ്ററിനല്ല, ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫീസ് 7,300 ആണ്. ആ 7,300 അടച്ച് അതിന്റെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. ഇഗ്നോയില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 വർഷത്തെ PGക്ക് കേട്ടോ, PGക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷന് എടുക്കാം. നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ എഴുതാം. പിന്നെ ഒരുപാട് സെന്ററുകൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് സെന്ററുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ സെന്ററുകളൊക്കെ എവിടെയെന്നുള്ള ടെൻഷനും വേണ്ട, ഇഷ്ടം പോലെ സെന്ററുകൾ ഇഗ്നോയിലേക്കും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ശ്രീനാരായണ ഗുരുവിന്റെ PGയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഈ ശ്രീനാരായണ ഗുരുവിടെ യൂണിവേഴ്സിറ്റിയുടെ PGയുടെ വിവരം ഇതാണ്. ഇത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ അറിയുന്നത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഫീസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് അതിന്റെ ഫീസ് സ്ട്രക്ചർ സെമസ്റ്റർ വൈസ് ആണ് കേട്ടോ, മറ്റേത് ഇയർ വൈസ് അല്ലായിരുന്നു.
5270 ആദ്യത്തെ സെമസ്റ്ററിൽ. പിന്നീടുള്ള ഓരോ സെമസ്റ്ററിലും, അതായത് 2, 3, 4 സെമസ്റ്ററുകളിൽ 3500. അപ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെയാണ് വരിക. ചെറിയ വ്യത്യാസം വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് PG. എവിടെ MA സോഷ്യോളജിയുടെ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി 3 ഇയർ ഡിഗ്രിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ഇയർ ചിലപ്പോൾ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ 3 ഇയർ ഡിഗ്രിയുടെ ഒരു ഫീസ് എന്ന് പറയുന്നത് 5300 ആണ്. പിന്നെ പ്ലസ് രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ മറ്റുള്ള ഫീസുകളൊക്കെ ഉണ്ടായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിയണം കേട്ടോ. അതാണ് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതാം. അപ്പോൾ 3 വർഷം ഡിഗ്രിയാണ് ഇഗ്നോയിലുള്ളത്. ചിലപ്പോൾ 4 വർഷം ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാൻ നോക്കിയിട്ടില്ല. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പിന്നെ ഡിഗ്രി എടുക്കുന്നതെങ്കിൽ ഒന്ന് നോക്കണം. UG പ്രോഗ്രാം. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഗ്രിയുടേതാട്ടോ 4530 ആദ്യത്തെ സെമസ്റ്ററിനും പിന്നീടുള്ള ഓരോ സെമസ്റ്ററുകളിലും 2860 ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് പുസ്തകം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1900 രൂപ കുറക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കുട്ടികൾ. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം. ഇതാണ് ഫീസിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലും ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രിയുടെയും PGയുടെയും രണ്ടിന്റെയും ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അഡ്മിഷൻ എടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ അഡ്മിഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നിലവിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അഡ്മിഷൻ അവർ ആരംഭിക്കും. അപ്പോൾ ഈ ഒരു മാസത്തിൽ ലാസ്റ്റ് ഒക്കെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഒക്കെ എല്ലാ കോഴ്സിനും അഡ്മിഷൻ ക്ലോസ്ഡ് ആണ്. സൈറ്റിൽ കാണുന്നത് അഡ്മിഷൻ 2024-25 അഡ്മിഷനാണ് കേട്ടോ. ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് ഓൺ അത് ഇനി തുടങ്ങും. അവിടെ വരുമ്പോൾ പുതിയ സൈറ്റിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല, അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല. അഡ്മിഷൻ വൈകാതെ തുടങ്ങും. പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. 2025 ജൂലൈ, അതായത് അടുത്ത മാസം 15-ാം തീയതി വരെ, ഏകദേശം ഈ മാസം 6-ാം തീയതി ഒക്കെ ആയിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയും അഡ്മിഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ജൂലൈ 15. ഇപ്പൊ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ അഡ്മിഷൻ എടുക്കാം. ജൂലൈ സെഷനിലും അഡ്മിഷൻ എടുക്കാം, ഡിസംബർ സെഷനിലും എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പൊ ഡിസംബർ സെഷനിലെ അഡ്മിഷൻ എന്ത് ചെയ്തിട്ടില്ല, അതായത് ഇപ്പൊ ഡിസംബർ സെഷനിലെ അഡ്മിഷന് ഒരുപാട് ആളുകൾ ആവശ്യമായി വരും. കാരണം എന്താ അറിയോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു 5th സെമ്മിൽ ഒരു പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ 2nd സെമ്മിൽ ഒരു പേപ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പേപ്പറുകളൊക്കെ എഴുതിയെടുക്കാനുള്ളവർക്ക് അത് എഴുതിയെടുത്തുകൊണ്ട് ഡിസംബർ ബാച്ചിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം കേട്ടോ. ഇനി അഡ്മിഷൻ എടുക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക സെന്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ നേരെ എന്ത് പോവാ, അക്ഷയയിൽ പോയാൽ മതി കേട്ടോ. വേറെ വളഞ്ഞ വഴിയൊന്നും ആലോചിച്ച് ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ പോവുക, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് ചോദിക്കുക, നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഗ്നോയിലാണ്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാം, ശ്രീനാരായണ ഗുരുവിൽ അഡ്മിഷൻ എടുക്കാം. 2-ൽ അഡ്മിഷൻ എടുത്താലും അതിന്റെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിനകത്ത് അറിയിക്കുക. അഡ്മിഷൻ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ടോ. പിന്നെ ഇഗ്നോയുടെ ഈ പ്രാവശ്യം തുടങ്ങുന്നുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിടെ ആൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് തുടങ്ങാം. ഈ ഫ്രഷ് ആയിട്ട് ഇഗ്നോ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്രാവശ്യം മുതൽ അഡ്മിഷന് പിന്നെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ ഇഗ്നോയിലും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടും നോക്കാം. പിന്നെ ഇനി ഒരുപാട് കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ്. അപ്പൊ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് അഡ്മിഷൻ തുടങ്ങിയത് എപ്പോഴാണ്, എവിടെ അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ്, 2 യൂണിവേഴ്സിറ്റികളുടെയും തമ്മിലുള്ള ഒരു കമ്പാരിസണും ഫീസ് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. ഇനി ഇതൊക്കെ വലിയൊരു ഫീസ് ആണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ക്ലാസ്സിന് ചെറിയ ഫീസേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു വിഷയത്തിന് 300 രൂപ, 250 രൂപ, ഒക്കെ ചെറിയ ഫീസേ ക്ലാസ്സിന് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിന് വലിയ ഫീസ് ആവോ എന്ന് ചിന്തിക്കരുത് കേട്ടോ. നിങ്ങൾ യൂണിവേഴ്സിറ്റി വലിയ ഭീമമായ ഫീസ് വാങ്ങണ്ട്, നമ്മൾ ചെറിയ ഫീസ് മാത്രം വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് കൊടുക്കുന്നത്. അതൊക്കെ മുമ്പ് പഠിച്ച കുട്ടികൾക്ക് അറിയാം. ഒരുപാട് കുട്ടികൾ ഇതിന്റെ കൂടെ വന്ന് ഡിഗ്രിയും PG ഒക്കെ പാസ്സായ ഒരുപാട്. ഇപ്പം നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഏകദേശം 10ന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ്, 10Kയുടെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ആ ഡെമോ ക്ലാസ്സിന് മാത്രം അത്രയും വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ക്ലാസ് 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഒരുപാട് മെസ്സേജ് അയക്കാണ്, പുതിയ അഡ്മിഷൻ എന്താണ്, എങ്ങനെ അവരുടെ കസിൻസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഒരുപാട് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ.
ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്? ഞാൻ രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയാൽ കുഴപ്പമില്ല, നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാം. അതല്ല ഇംഗ്ലീഷ് നിങ്ങൾക്ക് തീരെ വഴങ്ങില്ല കേട്ടോ, നിങ്ങൾക്ക് മലയാളത്തിലേ എഴുതാൻ സാധിക്കുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SGOയിൽ എടുക്കാം കേട്ടോ. അത് രണ്ടും നിങ്ങളുടെ ചോയ്സാണ്. എത്ര രൂപ മൊത്തം വേണം, അഡ്മിഷൻ ഫീസ്, പരീക്ഷാ ഫീസ്, ഇതൊക്കെ എത്രയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അഡ്മിഷൻ എടുക്കാൻ നിലവിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗ്രേഡ് കാർഡോ മതിയാകും കേട്ടോ. അഡ്മിഷൻ എടുത്താൽ എത്ര വർഷം കൊണ്ട് തീർക്കണം? എല്ലാ കോഴ്സിനും ഏകദേശം 5 വർഷമാണ് പറയുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ജൂണിൽ സപ്ലൈ എഴുതുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇഗ്നോയിൽ ഡിസംബർ ബാച്ചിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ SGOയിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല, അത് അവർ തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കുന്ന ഡേറ്റിന് മുന്നേ നമ്മൾ റിസൾട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ ചെയ്യാം. 5th സെം എഴുതാത്തവർക്ക് എപ്പോഴാണ് PG ക്ക് ചേരാം? 5th സെം എഴുതി കഴിഞ്ഞതിന് ശേഷം PG ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിഗ്രി ലാസ്റ്റ് സെം പോലെ ഒരുമിച്ചായിരിക്കും പരീക്ഷ. ഇഗ്നോയുടേത് ഇയറിൽ ലാസ്റ്റ് ആണ്, ഒരു ഇയറിന്റെ ലാസ്റ്റ് ആണ് എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ. ഒരുമിച്ച് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടായിരിക്കും, ഓരോ ഇയറിലാണ് ഉണ്ടായിരിക്കുക. ശ്രീനാരായണ ഗുരുവിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോലെ ഓരോ സെമസ്റ്റർ വൈസ് ആണ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതായത് നമ്മുടെ ഇവിടെ പിന്നെ ഇഗ്നോയിൽ 2 സെമസ്റ്ററിനും കൂടി ഒരുമിച്ചാണ് ഉണ്ടാവുക. മൊത്തം മൊത്തം മാർക്ക് എത്രയാണ് MCQ ഉണ്ടാവും? മൊത്തം മാർക്ക് പറഞ്ഞാൽ അഡ്മിഷന് വേണ്ടിയിട്ട് മാർക്കില്ല, നിങ്ങൾ പാസ്സാവുക എന്നുള്ളതാണ്. MCQ ഉണ്ടാവില്ല, പകരം അസൈൻമെന്റുകളായിരിക്കും. 2 യൂണിവേഴ്സിറ്റിയിലും അസൈൻമെന്റ്. അത് നല്ലൊരു ഗുണമാണ്. കാരണം എന്താ, എഴുതി കൊടുത്താൽ നമുക്ക് ഏകദേശം ഇഗ്നോയിലാണെങ്കിൽ 30%, SGOയിലാണെങ്കിൽ അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 40% മാർക്കൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോ സെമ്മിലും പ്രൊജക്ട് അസൈൻമെന്റ് ഉണ്ടാവുള്ളൂ, പ്രൊജക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓരോ സെമ്മിലും ഓരോ വിഷയത്തിനും ഓരോ അസൈൻമെന്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചത് ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഗ്നോയിൽ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചോദ്യം ചിലപ്പോൾ വ്യക്തമല്ല, ഒരു വിഷയത്തിൽ എത്ര വിഷയം ഉണ്ടാവുന്നില്ല. അപ്പൊ PG ആണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു 16 വിഷയമൊക്കെ ഉണ്ടാവുള്ളൂ. ഡിഗ്രി ആണെങ്കിൽ 10-32 വിഷയങ്ങൾ ഉണ്ടാവും. ഒരു കോഴ്സിനകത്തുള്ള വിഷയമാണ് ചോദിച്ചതെങ്കിൽ കേട്ടോ. പക്ഷേ ഇഗ്നോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ ഓരോ കോഴ്സുകളാണ്. 6 മന്തിന്റെ കോഴ്സുകളാണ്. ജെൻഡർ ഇൻ ലോ, ജെൻഡർ സയൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് 3 വർഷം അല്ലെങ്കിൽ 3 മാസം 6 മാസം കോഴ്സൊക്കെ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ PSCക്ക് അംഗീകൃതമായിട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാമുകൾ എഴുതാം കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ സോഷ്യോളജി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏതൊക്കെ വിഷയത്തിൽ PG എടുക്കാൻ സാധിക്കും? സോഷ്യോളജി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും നല്ലത് സോഷ്യോളജി തന്നെ PG എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഡിഗ്രിയും PG ഒക്കെ ഒരേ വിഷയത്തിലാകുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു കരിയർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഡിഗ്രിക്ക് കോംപ്ലിമെന്ററി സൈക്കോളജി ചെയ്തവർക്ക് PG സൈക്കോളജി ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് MA സൈക്കോളജി ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ തെരഞ്ഞെടുത്ത് കണ്ടിട്ടില്ല. ഇതേപോലെ തന്നെ 2 വർഷത്തെ MA സൈക്കോളജി ഉണ്ടായിരിക്കും. അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ മതി. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി എന്നുള്ളതാകാരം. ആ ഡിഗ്രി എന്നുണ്ടെങ്കിൽ ഇവിടെ തെരഞ്ഞെടുത്ത് കാണാനില്ല. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. സൈക്കോളജി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ റെഗുലർ ആണോ ഡിസ്റ്റൻസ് ആണോ നല്ലത്? നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ നല്ലത്. പക്ഷെ അതിന് പോകാൻ പറ്റാത്തവരാണല്ലോ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. പക്ഷെ രണ്ടിനും വാല്യൂ സെയിം ആണെന്നുള്ളത് UGC അംഗീകരിച്ചു. UGC പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താലും റെഗുലർ മോഡിൽ ചെയ്താലും അതിന്റെ സർട്ടിഫിക്കറ്റ് ഈക്വൽ വാല്യൂ ആണെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഒരു പൊതുബോധം ഉണ്ടല്ലോ, മൊത്തത്തിൽ അത് റെഗുലർ ആണ് നല്ലത്. ആ പൊതുബോധം മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസും ഡിഗ്രിയും സെയിം വാല്യൂ ആണ് കേട്ടോ. ഡിസ്റ്റൻസ് വഴി പഠിച്ചാൽ മാർക്കിൽ വ്യത്യാസം വരുമോ? അത് എൻ്റെ കുട്ടികൾ അതിന്റെ ആൻസർ പറയും. ഡിഗ്രി റെഗുലർ ആയിട്ട് പോയ കുട്ടികൾക്ക് C+ഉം D+ ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് പാസ് ഒക്കെ ആകുമ്പോൾ എൻ്റെ കുട്ടികൾ A+ഉം A ഗ്രേഡൊക്കെ വാങ്ങിയവരുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. A+ ഒക്കെ വാങ്ങിയ ആളുകൾ, B+ ഒക്കെ വാങ്ങിയ ആളുകളുണ്ട്. അതായത് റെഗുലർ കുട്ടികളേക്കാൾ മാർക്ക് വാങ്ങിയ ആളുകൾ, നമ്മൾ A+, B+ ഒന്നും പറയുന്നില്ല. റെഗുലർ കുട്ടികളേക്കാൾ മാർക്ക് വാങ്ങിയ ആളുകൾ എൻ്റെ കുട്ടികളുണ്ട്. പിന്നെ റാങ്ക് വാങ്ങിയവരുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന കണ്ടില്ല നിങ്ങൾ, യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വാങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും ഡിസ്റ്റൻസ് ഒന്നും ഇതിൻ്റെ ഘടകമല്ല കേട്ടോ. നല്ല രീതിയിലുള്ള ക്ലാസ് കിട്ടിയാൽ ആർക്കും എന്ത് ചെയ്യാം, നല്ല മാർക്ക് വാങ്ങാം. പിന്നെ ഡിസ്റ്റൻസ് ഓൺലൈൻ PG പഠിച്ചാൽ ചില കമ്പനികൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് റെഗുലർ ഡിഗ്രി വേണമെന്നുള്ളത്. എന്നാൽ ചില കമ്പനികൾക്ക് ഇനി ഡിഗ്രി എന്നുള്ളത് കേട്ടോ. ഡിസ്റ്റൻസ് റെഗുലർ സർട്ടിഫിക്കറ്റുകൾ ഒരുപോലെയാണോ? അത് ഒരുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സർട്ടിഫിക്കറ്റുകൾക്ക് അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അങ്ങനെ ആയിരിക്കും, അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ആയിരിക്കും. ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലെ സർക്കാർ കോളേജുകൾ PG അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിൽ പോകാതെ പരീക്ഷ എഴുതാൻ പറ്റും? ഒരിക്കലും പറ്റൂല. കാരണം ഒരു സെമസ്റ്ററിൽ ഇത്ര അറ്റൻഡൻസ് വേണം, നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാലിക്കറ്റ് ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഇഗ്നോ അല്ലെങ്കിൽ SIL പഠിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് കാണിക്കും. കാരണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ്, അത് ആ സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ ഉണ്ടാവും. അത് കാണിച്ചുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം?
അതുപോലെ തന്നെ SNGO ആണെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അത് ആ പേരിന്റെ പ്രശ്നമാണ്. ആ പേര് തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, PG അവർ ഡിഗ്രി ഡിസ്റ്റൻസ് PG ഡിസ്റ്റൻസ് അവർ കൊടുക്കുന്നില്ല. ഇഗ്നോ അല്ലെങ്കിൽ SNGO ഏതാണ്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, ഒക്കെ അക്ഷയ വഴി തന്നെ അഡ്മിഷൻ കേട്ടോ. പിന്നെ ഈ പൊതുബോധമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനകത്ത് ഓപ്പൺ ഉണ്ട്, ഓപ്പൺ കണ്ടാൽ പ്രശ്നമാണോ എന്നുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് ഡിഗ്രി ഉണ്ടോ, ആ ഡിഗ്രി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എയ്ഡഡ് കോളേജിൽ ലൈബ്രറിയനായിട്ട് കയറിയത് എൻ്റെ സുഹൃത്ത് ഇഗ്നോയിൽ എംലിബോ അങ്ങനെ അതൊരു കോഴ്സ് ഉണ്ട്, ലൈബ്രറി കോഴ്സ് ഉണ്ട്, അത് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല സർക്കാർ ജോലികൾ കിട്ടാനോ അല്ലെങ്കിൽ നല്ല പ്രൊമോഷൻ കിട്ടാനോ ഒക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുത്താൽ പറ്റും കേട്ടോ. അതുകൊണ്ട് അതിനൊരു കുറച്ച് കാണൊന്നും വേണ്ട നിങ്ങൾ. പിന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ SGOയിലാണെങ്കിൽ സാധിക്കും, ഇഗ്നോയിലാണെങ്കിൽ സാധിക്കില്ല. എക്സാം സെന്റർ നമ്മുടെയൊക്കെ ലൊക്കാലിറ്റി ഒരാളുകളുടെ വീട് അനുസരിച്ചിരിക്കും കേട്ടോ. അതനുസരിച്ചിട്ടുണ്ടാവും. ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു എക്സാം സെന്റർ ഉണ്ടായിരിക്കും കേട്ടോ. ഡിഗ്രി മലയാളത്തിൽ പഠിക്കുകയും എക്സാം മലയാളത്തിൽ എഴുതുകയും ചെയ്ത ഒരാൾക്ക് ഇഗ്നോയിൽ PG എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക. ഇംഗ്ലീഷിൽ സിമ്പിൾ ഇംഗ്ലീഷിലാണ് നമ്മൾ ക്ലാസ് തരിക. അത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ എഴുതാൻ SGOയിൽ എടുത്താൽ മതി. മലയാളം ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയത് കൊണ്ട് ഇനി PG പൂർണ്ണമായും ഇംഗ്ലീഷ് ആകുമ്പോൾ PG ഇംഗ്ലീഷ് ആണെന്ന് ആര് പറഞ്ഞു? SGOയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ. PGക്ക് ശേഷമുള്ള ജോലിയും ഭാവി. PG കഴിഞ്ഞാൽ ജോലി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ജോലി? PG ഒരിക്കലും ഒരു ജോലിക്കുള്ള പഠനമല്ല, അത് നിങ്ങളൊരു ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. PG ഇപ്പൊ നിങ്ങൾ ഡിഗ്രി 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഒരു കരിക്കുലം വെച്ച് പഠിക്കുന്നതിന്റെ അവസാനത്തെ കോഴ്സാണ് ഒരു PG കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് ക്വാളിഫിക്കേഷൻ നേടിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ജോലിക്ക് പ്രത്യേകം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ഞാൻ PG കഴിഞ്ഞതാണെന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഇത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് അല്ല, ഇത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആണ്. ആ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് നിരവധി ജോലികൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം MA സോഷ്യോളജി കഴിഞ്ഞ് ഏതൊക്കെ ജോലി മേഖല ഉണ്ട് എന്നുള്ളത്. അതൊരിക്കലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരുപാട് ജോലി, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കൊമേഴ്സ് പഠിച്ചൊരു കുട്ടി പോകുന്ന തൊഴിൽ മേഖലയിലേക്ക് ഒരു സോഷ്യോളജി പഠിച്ച കുട്ടി പോകില്ല. കാരണം രണ്ട് പഠനമാണ്. സോഷ്യോളജി പഠിച്ച ആൾക്ക് ചിലപ്പോൾ NGOയിൽ അല്ലെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകളിൽ ജോലി കിട്ടും, സോഷ്യൽ വർക്കറായിട്ട് ജോലി കിട്ടും, പബ്ലിക് റിലേഷൻ ആയിട്ട് ജോലി കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ജോലികളാണ്. നമുക്കൊന്നും കൂടി ഒരു ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ആളുകൾ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയിലുള്ള ജോലികളാണ് സോഷ്യോളജിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക കേട്ടോ. അത് രണ്ടാണ്. PG കഴിഞ്ഞാൽ ഇനിയും പഠിക്കേണ്ടി വരും. ഒരു ഇടങ്ങേറുള്ള ചോദ്യമാണ് അത് കേട്ടോ. PG കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് കോഴ്സ് നിർത്താം കേട്ടോ. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞേക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെയല്ല, PG ഞാൻ എന്താ പറഞ്ഞേ, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമല്ലടാ ഇത്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വെറുതെ ഇരിക്കല്ലല്ലോ. നമ്മളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, വെറുതെ ജോലിക്ക് പോകുന്നു, വെറുതെ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞു പോകുക എന്നതിനപ്പുറം ആ വർഷങ്ങളിലൂടെ ഞാനൊന്ന് പഠിക്കുന്നു, കോഴ്സുകൾ പരിചയപ്പെടുന്നു, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, പുതിയ വിഷയങ്ങൾ പരിചയപ്പെടുന്നു, അല്ലെ, പുതിയ സിലബസുകൾ പരിചയപ്പെടുന്നു, അല്ലെ, അതിലൂടെ പുതിയ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പുതിയ എന്താ പറയാ ക്വാളിഫിക്കേഷൻസ് നേടുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയും PG ഒക്കെ എന്ത് ചെയ്യാം, എടുക്കാം. ഇതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉപകാരപ്പെടും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഈ സംഭവം ഉപകാരപ്പെടും കേട്ടോ. PG കഴിഞ്ഞാൽ കോളേജിൽ പഠിപ്പിക്കാൻ മാത്രമാണോ കഴിയുക? ഒരുപാട് ടീച്ചിങ് വലിയൊരു സാധ്യതയാണ്. ഇപ്പോൾ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞ ആളുകൾ ടീച്ചിങ് വലിയൊരു സാധ്യതയാണ്. അത് കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതല്ലാത്ത ടീച്ചിങ് അല്ലാത്ത ഒരുപാട് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും ഈ കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. ഓന അങ്ങനെ ജോലി കിട്ടി, ഇങ്ങനെ ജോലി കിട്ടി എന്നുള്ളത്. നമ്മൾ ആ ജോലിക്ക് പ്രാപ്തരല്ല. നമ്മൾ അതല്ല പഠിച്ചത്. നമ്മൾ പഠിച്ച മേഖലയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലി കിട്ടും. പിന്നെ PG ആണോ BEd ആണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നല്ലതാണ് കേട്ടോ. ഒന്നും നല്ലത് ഒന്നും മോശമോ അങ്ങനെയൊന്നുമില്ല. BEd എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. PG എടുത്തിട്ട് ശേഷം നിങ്ങൾ BEd എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിയും PG ഒക്കെ പഠിപ്പിക്കാം കേട്ടോ. TTC എടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാൾക്ക് PG എടുത്തിട്ട് ഏത് മേഖല ഉദ്ദേശിക്കാത്ത ഒരാളല്ലേ, അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ PG എടുത്താൽ മതി. PG എടുത്താൽ ടീച്ചിങ് മേഖലയിലേക്ക് പോകാം, സോഷ്യൽ വർക്കർ ആകാം, അല്ലെ, അങ്ങനെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസുകളിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് ഞാൻ വീഡിയോയുടെ ദൈർഘ്യം പ്രതീക്ഷിച്ചത്. 24 മിനിറ്റ് കൊണ്ട് തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
വെറുതെ ഇരിക്കാതെ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കാതെ ഡിഗ്രി ആ ഒരു ചൂടോട് കൂടിയിട്ട് പി ജിയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പഠനം അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര നിങ്ങൾക്ക് അവിടെ അവസാനിപ്പിക്കും. പിന്നെ നിങ്ങളുടെ ഒരു കരിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. ആ കരിയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ടീച്ചിങ് മേഖലയാണെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അവനവന്റെ കരിയർ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ് ഡിഗ്രിയും പി ജിയും എന്ന് പറയുന്നത്. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പിന്നെ ഒന്ന് പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഒരു ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് പി ജി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് പി ജി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് പോയത് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഒരു നിസ്സഹായത ഭയങ്കര കാരണം അതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ വെറുതെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഗ്രി നല്ല രീതിയിൽ പാസ്സായിട്ടുള്ള ആളുകൾ ഒന്നല്ലെങ്കിൽ ഇഗ്നോയിലോ അല്ലെങ്കിൽ എസ് ജി ഒയിലോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. MA സോഷ്യോളജി, BA സോഷ്യോളജി ഇത് 2 യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്ലാസ് ചെറിയ ഫീസിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസ്സുകൾ. കുട്ടികൾ കമന്റ് ഇടുക കേട്ടോ. നമ്മുടെ ഡിഗ്രി ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ അതിന്റെ കമന്റ് ഇടുക കേട്ടോ. പുതിയ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ കമന്റ് ഒന്നും ഇട്ടില്ല, കണ്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ കമന്റ് നമ്മൾ വേറെ വീഡിയോ ഒക്കെ ഉണ്ട്, അതിന്റെ താഴേക്കുള്ള കമന്റുകളൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ എസ് ജി ഒയിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിവരം കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ നിങ്ങൾ എസ് ജി ഒയിലോ അല്ലെങ്കിൽ ഇഗ്നോയിലോ അഡ്മിഷൻ എടുക്കും. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇനി എന്തെങ്കിലും, അതായത് നിലവിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ അറിയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചും ചോദിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ എടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.